എന്നെ എന്നും അലട്ടിയിരുന്ന ഒരു ചിന്തയുണ്ട്. അതായത് മനുഷ്യനെന്നത് മനുഷ്യനായിരിക്കെ മനുഷ്യരോടെന്തിനാണ് മനുഷ്യരായിരിക്കാൻ പറയുന്നത്? പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനായാലേ മനസ്സിലാകത്തുള്ളൂ, നീ ഒരു മനുഷ്യനാണോ, നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്തായിരിക്കും മനുഷ്യരോട് അങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു മൃഗങ്ങൾക്കൊരു സ്ഥായിയായ സ്വഭാവമുണ്ട്. മൃഗങ്ങൾക്കൊക്കെ മനുഷ്യ മൃഗം എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഒരിക്കലും അതങ്ങനെ വിളിക്കാൻ പാടില്ലാത്തതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട്. ഇണ ചേരുന്നതിനും ഇര തേടുന്നതിനും വിശ്രമിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും അങ്ങനെ ഓരോന്നിനും അവർക്ക് ഓരോ ടൈമുണ്ട്. പ്രകൃതിയിലെ നിയമങ്ങൾ അനുസരിച്ച് കൃത്യമായ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് കൃത്യമായി ജീവിക്കുന്ന ഒരു ജീവികളാണ് പ്രകൃതിയിലെ പക്ഷികളും മൃഗങ്ങളും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ മനുഷ്യൻ മാത്രം എന്ന് വെച്ചാൽ അവന് സ്ഥായിയായ ഒരു സ്വഭാവമില്ല. അതായത് അവൻ്റെ ബാല്യകാലം മുതലേ അവൻ തെറ്റായ കീഴ്വഴക്കങ്ങൾ കണ്ടും അറിഞ്ഞുമാണ് ജീവിച്ചു വരുന്നത്. ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേർക്ക് ഭക്ഷണം, വിശക്കുന്നവർക്ക് കുറേ പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തിട്ടോ, വസ്ത്രമില്ലാത്തവർ കുറേ വസ്ത്രം മേടിച്ചു കൊടുത്തിട്ടോ, അല്ലെങ്കിൽ പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടോ ഒന്നും മാത്രം നമ്മൾ മനുഷ്യരാകത്തില്ല. അത് നമ്മുടെ നന്മ നിറഞ്ഞ പ്രവൃത്തി എന്നൊക്കെ നമുക്ക് പറയാം. അത് നന്മയും തിന്മയൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനാകാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴിയെന്ന് പറയുന്നത്, ഞാൻ തിരിച്ചറിഞ്ഞിടത്തോളം, നമുക്കെതിരെ നിൽക്കുന്ന ഏതൊരാളെയും മനുഷ്യനായി കരുതുക. പക്ഷികളാണെ പക്ഷികൾ, മൃഗങ്ങളാണ് മൃഗങ്ങൾ, എല്ലാം ജീവനാണെന്ന് കരുതുന്നത്. അല്ലാതെ ആകൃതി കൊണ്ടോ വലിപ്പം കൊണ്ടോ നിറം കൊണ്ടോ മറ്റുള്ള ഒന്നും കൊണ്ടും തിരിച്ചറിയാൻ പാടില്ല. ഇപ്പോൾ ഒരു പക്ഷിക്ക് വിവിധ നിറങ്ങളിൽ വരുന്ന പക്ഷികൾ നമ്മളെ കൗതുകം ഉണ്ടാക്കും. അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും, നമ്മളതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാലോ നേരെ തിരിച്ച് പല ആൾക്കാർക്കും ഈ കാക്കയെപ്പോലുള്ള കിളികളെ അത്ര ഇഷ്ടമല്ല. അതിനെ എപ്പോഴും ഓടിച്ചു വിടുന്ന സമ്പ്രദായമുള്ളത്. മറ്റേ കിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും, പക്ഷേ കാക്കയെ സംബന്ധിച്ചാണ് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ളൊരു പക്ഷി കൂടാണ്. കാരണം പരിസരം ഇത്രയും മലിനമായ പരിസരങ്ങൾ വൃത്തിയാക്കുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ജീവി. പക്ഷേ അതിനെ ഇഷ്ടമല്ല പലർക്കും. പക്ഷേ പക്ഷികളെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ പക്ഷികളെയും ഇഷ്ടപ്പെടേണ്ടവരല്ലേ? അതേപോലെ തന്നെ എല്ലാ മൃഗങ്ങളെയും എനിക്കിഷ്ടമാണെന്ന് പറയുമ്പം എല്ലാ മൃഗങ്ങളെയും ഇഷ്ടപ്പെടണമല്ലോ. അതിനകത്ത് എനിക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ ഇഷ്ടമല്ല, അതിനെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു രീതിയിലായിരിക്കുന്നത്. പക്ഷേ എനിക്ക് കടുവയെ ഇഷ്ടമാണ്, അതിൻ്റെ ദേഹത്തെ പുള്ളികളും അത് കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മുടെ സങ്കല്പങ്ങളാണ്. നമ്മളെ സൗന്ദര്യമായാലും മറ്റേതൊരു കാര്യമായാലും നമ്മുടെ സങ്കല്പത്തിലാണ് നമ്മൾ മറ്റൊന്നിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തൊട്ട് മുന്നിൽ നിൽക്കുന്നതിന് ചില കുറവുകളുണ്ടെന്ന് പലപ്പോഴും തോന്നുന്നത്. പക്ഷെ കൂടുതലുള്ളതിനെക്കുറിച്ച് നമ്മൾ വാചാലരാകത്തില്ല. അപ്പോൾ നമുക്കൊരു അസൂയയൊക്കെ ഉണ്ടാകാറുണ്ട് സാധാരണ മനുഷ്യന്മാർക്ക്. പക്ഷെ ഇതൊന്നുമില്ലാതെ നമുക്ക് എതിരെ നിൽക്കുന്ന എല്ലാവരും മനുഷ്യരാണെന്നും ജീവികളാണെന്നും ഈ പ്രകൃതിയിലുള്ളത് അവർക്കെല്ലാം ജീവിക്കാൻ അവകാശമൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി മനുഷ്യനാകാനായിട്ട്. അല്ലാതെ നമ്മൾ കുറേ വായിക്കുകയോ പഠിക്കുകയോ തപസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഇതൊന്നും ചെയ്യണ്ട. എതിരിൽ നിൽക്കുന്ന എല്ലാവരും മനുഷ്യരാണ്. മറ്റ് ജീവികളും പറവകളും എല്ലാം ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അവകാശമുള്ളതാണ് എന്ന് കരുതുന്നിടത്ത് നമ്മൾ മനുഷ്യനായി തുടങ്ങും. അങ്ങനെ മനുഷ്യനാകുമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലെ കുറേ ദുഷ്ചിന്തകളെന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അസൂയ, വെറുപ്പ്, പക, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതെല്ലാം ഒഴിവാക്കി വിടുക. അതെല്ലാം ഒഴിവാക്കി വിടുന്നിടത്ത് നമ്മൾ മനുഷ്യനായി തുടങ്ങും. അത് ഒരു പള്ളിക്കൂടത്തിലും നമുക്ക്
ചിലപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടിരുന്ന ചോറിൻ്റെ ആഹാരം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു. അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു മനുഷ്യനാവുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ വഴി നിൽക്കുന്ന പട്ടിക്ക് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തിട്ട് അതിന് വീഡിയോ എടുക്കുന്നതോ, അല്ലെങ്കിൽ കടത്തന്നെ ഉറങ്ങുന്ന സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു പുരുഷനെ, അല്ലെങ്കിൽ ഒരു യാചകനായ ഒരാളെ നമ്മൾ ഒരു നേരത്തെ ആഹാരം മേടിച്ചിട്ട് നമ്മൾ അതൊന്നും ഒരിക്കലും നമ്മൾ പ്രചരിപ്പിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായും മനുഷ്യനായി കഴിയുമ്പോൾ ചെയ്യണമെന്ന് തോന്നുകയും സാഹചര്യമുണ്ടെങ്കിൽ ചെയ്യാനും പറ്റുന്ന ഒരു പ്രവൃത്തി മാത്രമാണത്. അതിനെ നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളുടെയൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റുള്ള ജീവികളുടെ സ്നേഹങ്ങൾ, പൂച്ചയും പട്ടിയായിട്ട് സ്നേഹം, പൂച്ചയും കോഴിയായിട്ട് സ്നേഹം, പൂച്ചയും എലിയായിട്ടുള്ള സ്നേഹം. അപ്പോൾ ശത്രുക്കളായിരുന്നവരൊന്നും നമ്മൾ പണ്ട് പഠിച്ചവരൊക്കെ മിത്രങ്ങളായി നിൽക്കുന്ന അത്ഭുതമാണ് നമ്മളെ ഭരിക്കുന്നത്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്നേഹങ്ങളൊക്കെ നമുക്ക് വെറും കാഴ്ച മാത്രമേ ആവത്തുള്ളൂ. അതൊന്നും ഒരു അത്ഭുതമേ ആവില്ല. മറ്റുള്ള ജീവികളുടെ സ്നേഹമൊക്കെ നമ്മൾ ഭയങ്കര തീവ്രമായ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിനൊന്നും നമുക്ക് പറയാനുള്ള അവസരം പോലും അതുണ്ടാകത്തില്ല. അത് സ്വാഭാവികമായ ഒരു കാര്യം എന്നതിനപ്പുറത്തേക്കൊന്നുമില്ലത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറയാം. പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എന്നും കൂടെ ഞാൻ അറിയിക്കുന്നു.